അല്ലാഹുവിനെ റബ്ബിനെ അറിയുക എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ നമുക്കത് ആ വിഷയത്തിൽ ചർച്ച ചെയ്യാനുമുണ്ട്. അതിന്റെ ഒരു ഭാഗങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. അത് ബോധ്യപ്പെട്ടു. ഇതുവരെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ആരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. യജമാനെ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു ലിഖാഉല്ലാഹ് എന്ന് പറയുന്ന ഒരു സംവിധാനം നാളെ മഹ്ശറ കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് മീസാൻ കഴിഞ്ഞ് സ്വർഗാവകാശികളുടെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഈ സ്വർഗാവകാശികളുടെ സ്വർഗത്തിൽ അർമാദിച്ചിരിക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ തൃപ്തരാണോ? നിങ്ങൾ ഓക്കെ ആണോ? തൃപ്തരാണോ? അപ്പൊ സ്വർഗാവകാശികൾ മറുപടി പറയുമ്പോഴോ, എന്തിനാ ഞങ്ങൾക്ക് തൃപ്തിക്കുറവ്? ഞങ്ങൾ ഭയങ്കര ഓക്കെ അല്ല, കാരണം സ്വർഗല്ലേ ഞങ്ങളുടെ ഇതിലും വലുതൊന്നും ഞാൻ കിട്ടാനില്ലല്ലോ. അപ്പൊ അള്ളാഹ് പറയുന്ന ഇതൊന്നും അല്ല അനുഭൂതി, ഇതിലും വലുതൊന്നുണ്ട്. അപ്പൊ സ്വർഗാവകാശങ്ങൾ ചോദിക്കുമ്പോൾ ഒരു അത്ഭുതത്തോടെ, അല്ല ഇതിലും വലുതായിട്ട് എന്താണുള്ളത്? അള്ളാഹ് പറയുന്നുണ്ട്, എന്നെ കാണലാണ്. എന്നെ മീൻസ് അല്ലാഹുവിനെ കാണലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ നമുക്കൊരു പ്രതി ഓർമ്മ വെച്ച കാലം മുതൽ ഹൃദയത്തിൽ പതിഞ്ഞ അവനെ ഒന്ന് കാണുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത് അല്ലാഹുവിനെ കാണാനാണ്. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ കിടന്ന് എല്ലാവർക്കും അല്ലാഹുവിനെ കാണാൻ പറ്റില്ല. സ്വർഗത്തിലുള്ള എല്ലാവർക്കും അല്ലാഹുവിനെ കാണാൻ പറ്റില്ല. അമലുകളെ കൊണ്ട് ഒരു പക്ഷേ സ്വർഗം കിട്ടിയിട്ടുണ്ടാവും. അല്ലാഹുവിനെ കാണുമ്പോൾ കൂടി ഒന്ന് ക്ലിയറാവും. അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവിനെ മനസ്സിലാക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ കാരണങ്ങളിൽ മഹാന്മാരെ ചർച്ച ചെയ്യുമ്പോൾ വിധങ്ങളുടെ ഒരു ഹദീസ് കൂടി ആ കൂട്ടത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ ശിർക്കുകൾ അധികരിക്കുന്നു. രണ്ട് തരം ഷിർക്കുകളിൽ ഷിർക്കുൽ കബീറുണ്ട്, ഷിർക്കുൽ സഗീറുണ്ട്. വലിയ ഷിർക്കുണ്ട്, ചെറിയ ഷിർക്കുണ്ട്. അതിൽ ചെറിയ ഷിർക്കുകൾ ധാരാളമായി അധികരിച്ചു വരും. അതും അല്ലാഹുവിനെ തൊട്ട് നമ്മളെ അകറ്റി പോവുകയാണ് ചെയ്യാറുള്ളത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്. അല്ലാഹുവിനെ തത്തുല്യമായ പദവി കൊടുത്ത് മറ്റൊരാളുണ്ട് എന്ന് വിശ്വസിക്കും. അല്ലാഹുവിനെ തുല്യമായ പദവി കൊടുക്കുക. അല്ലാഹുവിന് ഒരുപാട് കഴിവുണ്ട്. ആ കഴിവൊന്നും ആരും നൽകിയതല്ല, സ്വമേധയാ ഉള്ളതാണ്, എന്നൊന്നും നിലനിൽക്കുന്നതാണ്, എല്ലാത്തിന്റെയും സൃഷ്ടാവാണ്. ആ ഒരു കഴിവ്, തുല്യമായ കഴിവ് മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കൽ തരിച്ച ശിർക്കാണ്. അല്ലാഹു പൊരുത്തപ്പെട്ടു തരൂല, അവൻ ദീനിൽ നിന്ന് പുറത്താണ്. അത് ആർക്ക് നമ്മൾ പങ്കുവെച്ചു കൊടുത്താലും നമ്മൾ പറയാൻ വിധങ്ങൾക്ക് സ്വന്തമായിട്ട് ചെറുവിരൽ അകക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ശിർക്ക് തന്നെ. നല്ല ശ്രദ്ധിക്കണം. വിധങ്ങൾക്ക് സ്വന്തമായിട്ട് അല്ലാഹു കൊടുക്കാതെ സ്വന്തമായിട്ട് ഒരു ചെറുവിരൽ അനക്കാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതെന്താണ്? അതാ ശിർക്കുൽ കബീർ, വലിയ ശിർക്ക് എന്ന് പറയും. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകളെ അല്ലാഹു പോലെയാണ്, എല്ലാം സ്വയം കഴിവുള്ളവനാണ്. സ്വയം കഴിവുള്ളതൊന്നും വേറെ, അല്ലാഹു കൊടുക്കുന്ന കഴിവുകളൊന്നും വേറെ. അപ്പൊ നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന എങ്ങനെയാ? സ്വന്തം കഴിവാണ്, അല്ലാഹു നൽകുന്ന കഴിവ്. ആ കഴിവ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക്, മഹാന്മാർക്ക് കഴിവുണ്ട്. നബിതങ്ങൾക്ക് അതൊക്കെ മോചിസത്തുകൾ, കറാമത്തുകൾ. അപ്പൊ അതൊക്കെ ഓക്കെ. അതല്ലാതെ സ്വന്തമായി ഉപദ്രവം ചെയ്യാനും ഉപകാരം ചെയ്യാനും കഴിവുണ്ട് എന്ന് അല്ലാഹു അല്ലാത്ത മറ്റൊരാളിൽ വിശ്വസിക്കലാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അംഗീകരിച്ചാൽ ദീനിന്റെ പുറത്താണ്. അപ്പൊ ആ ശിർക്കിനെ തൊട്ടൊക്കെ നമ്മൾ എന്താണ് രക്ഷപ്പെടുക? നമ്മളിപ്പോ അങ്ങനെ ആരും കരുതുന്നില്ല. ഉണ്ടോ? നബിതങ്ങളെ കുറിച്ച് അപ്പൊക്കുന്നുണ്ട്, മുഹയ്യദ്ദീൻ ശൈഖിനെ കുറിച്ച്, റിഫായി ശൈഖിനെ കുറിച്ച്, അല്ലെങ്കിൽ മഹാന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ആദരവോടുകൂടെ അവരെ ബഹുമാനിക്കുന്നു. അവർക്ക് എന്തില്ല? ദൈവത്വം നമ്മൾ കൽപ്പിക്കുന്നില്ല. ഉണ്ടോ? അങ്ങനെ കൽപ്പിച്ചാൽ ആരാണെങ്കിലും ശരി ദീനിന്റെ പുറത്താണ്. അവരൊക്കെ സൃഷ്ടികളാണ്. അല്ലാഹു കൊടുക്കാത്ത ഒരു കഴിവും ഒരാൾക്കും ലോകത്തില്ല. ഉറച്ച് വിശ്വസിച്ചു. അത് വലിയ ശിർക്കാണ്. അപ്പൊ അതൊന്നും നമ്മൾ അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ നബിതങ്ങൾ പറഞ്ഞത് എന്താ? ഖിയാമത്ത് ലാസ്റ്റ് കാലഘട്ടത്തിൽ വരുമ്പോൾ ചെറിയ ശിർക്കുകൾ അധികരിക്കും.
സത്യത്തിൽ അതാണ് വലിയ ഷിർക്കിനേക്കാൾ ഗൗരവമുള്ളത് എന്നാണ് നബിതങ്ങൾ പറയുന്നത്. മറ്റേത് പ്രത്യക്ഷത്തിൽ തന്നെ പറയല്ല, മറ്റേത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിൽ വന്ന് ഹിസാബ് എടുക്കുന്ന സമയത്ത് അല്ലാഹു ചോദിക്കും, നീ നിസ്കരിച്ചോ? നമ്മളോട് ചോദിക്കും, എത്ര നിസ്കരിച്ചോ? നമ്മൾ എന്ത് പറയും? നിസ്കരിച്ചിട്ടില്ലേ? നോമ്പെടുത്തോ? നോമ്പെടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതിയോ? ഖുർആൻ ഓതിയിട്ടുണ്ട്. സ്വതക്ക നൽകിയിട്ടുണ്ടോ? സ്വതക്ക നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അമലുകളും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. തെറ്റുകളിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടോ? വിട്ടു നിന്നിട്ടുണ്ട്. പിന്നെ അത് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊക്കെ നീ ആർക്ക് വേണ്ടിയാ ചെയ്തത്? ഇതൊക്കെ നീ ആർക്ക് വേണ്ടിയാ ചെയ്തത്? അവരോട് പോയിട്ട് പ്രതിഫലം വാങ്ങിക്കോളൂ. ആർക്ക് വേണ്ടിയാ ചെയ്തത്? ആർക്ക് വേണ്ടിയാ നമ്മൾ ചെയ്യുന്ന നിസ്കാരം? അതുകൊണ്ട് പറയാനല്ലേ അല്ല നമ്മളോട് പറയൂ അത്ര. ഞാൻ പറഞ്ഞതല്ല, നിമിതങ്ങൾ പറഞ്ഞതാ. അല്ല പറഞ്ഞത് നീ ആർക്ക് വേണ്ടിയാ നിസ്കരിച്ച്? അവരോട് പോയിട്ട് പ്രതിഫലം വാങ്ങും. നീ തെറ്റിൽ നിന്ന് വിട്ടുന്നത് ആരും പേടിച്ചിട്ടാ? അവനിൽ നിന്ന് പോയിട്ട് പ്രതിഫലം വാങ്ങിക്കോ. എന്റെ അടുത്തേക്ക് വരണ്ട. മനസ്സിലായില്ല? അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ടതും അള്ളാഹുവിനെ പേടിച്ച് മാറി നിൽക്കേണ്ടതും നമ്മൾ മാറ്റി സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്യുന്നു. സൃഷ്ടികളെ പേടിച്ച് മാറി നിൽക്കുന്നു. അവിടെ ആ സ്ഥാനത്ത് ആരെ നമ്മൾ അള്ളാഹിന്റെ സ്ഥാനത്ത് ആരെ കൊണ്ടുവന്നു? മനസ്സിലായില്ല? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോ മൊബൈലിൽ നമ്മൾ പലതും കാണുന്നുണ്ട് അല്ലേ? ഒരാളൊരു സിനിമ കാണുന്ന സങ്കല്പിച്ചപ്പോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ സിനിമ കാണുന്നു, പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് ചെന്നു സങ്കല്പിക്കുക. ഈ വ്യക്തി സിനിമ കാണുന്നത് ഞാൻ അറിയുന്നതാണോ അദ്ദേഹത്തിന് പേടി? അല്ല അറിയുന്നതാണോ പേടി? നമ്മളറിയരുത്. മോശം വെറുതെ അങ്ങനെ നോക്കിയപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ അല്ലെ? ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയും. കാരണം എന്താ? സൃഷ്ടികൾ അറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ ഒരുപാട് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ആരെ പേടിച്ചിട്ടാ? സൃഷ്ടികളെ പേടിച്ചിട്ടാ അല്ലേ? സാഹചര്യം മറ്റോരെന്ത് പറയും? ആളുകൾ കണ്ട. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു തെറ്റ് ചെയ്താൽ ആളുകൾ അറിയരുത് എന്നുള്ള പേടി എനിക്കുള്ളൂ അല്ലെ? ആളുകൾ അറിയാൻ പാടില്ല, ആരും അറിയാൻ പാടില്ല. അവനൊറ്റ പേടിയല്ലേ എനിക്കുള്ളൂ. അല്ല അറിഞ്ഞോ? ആ ഒരു പേടിയേ ഇല്ല. പറയുന്നത് മനസ്സിലാവുമ്പോ അത് ചോദിക്കാൻ നീ ആർക്ക് വേണ്ടിട്ടാ ചെയ്തത്? അവിടെ പോയിക്കോ, എല്ലാവർക്കും വേണ്ട. നിസ്കാരം പലതും നമുക്കിപ്പോ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ നോമ്പെടുത്ത് നമുക്ക് നോമ്പെടുക്കാൻ വേണ്ടി ചായ കുടിക്കണം തോന്നി കുടിച്ച ആളുകൾ എന്ത് പറയും? നമ്മൾ വെള്ളിയാഴ്ച നിസ്കരിക്കാതെ പോയിരുന്ന ആളുകൾ എന്താ പറയാ? അപ്പൊ സംഗതി ആർക്ക് വേണ്ടിയിട്ട് നമ്മള് ഇബാദത്ത് ആർക്ക് വേണ്ടിയാക്കി? പറയുന്ന മനസ്സിലാവും. അള്ളാഹ് കൊടുക്കേണ്ട ഇബാദത്ത് ആർക്ക് കൊടുത്തു? അതിന് പറയും ലോകമാന്യം എന്ന് പറഞ്ഞ ആളുകളെ കാണാൻ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഇന്ന് ഏറ്റവും കൂടുതൽ അതാണ്. സൽക്രമങ്ങളൊക്കെയും സ്വന്തം മുഖം പതിപ്പിക്കാനുള്ള ഒരു ഉദ്യമങ്ങളാക്കി മാറ്റിയിരിക്കില്ലേ? എന്തിനും എന്ത് വേണം? ആളുകൾ അറിയണം എന്നുള്ളതാണ്. ആ ധാരണയൊന്ന് മാറ്റണം. മഹാന്മാർ ആദ്യം പറയും, നീ തൃപ്തിപ്പെടുത്തുന്നത് ആരെയാണ്? റബ്ബിനെയാണ്, സൃഷ്ടിയെയല്ല, സൃഷ്ടാവിനെയാണ്. ആ ഒരു കൺസെപ്റ്റ് വന്നാല് നമുക്ക് എന്തും ഇതിപ്പോ അങ്ങനെയല്ല. ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ല ഞാൻ നിൽക്കേണ്ടത്. അള്ളാഹെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ എനിക്ക് ഞാൻ ആലോചിച്ചു നോക്കണം, അതിന്റെ ഗൗരവം എത്രയാണ്? എനിക്ക് ഭക്ഷണം നൽകുന്നവൻ അള്ളയാണ്, എന്നെ പരിപാലിച്ചു പോറ്റുന്നവൻ അള്ളയാണ്, എന്നെ ഇങ്ങോട്ട് എത്തിച്ച ആളാരാ? അള്ളയാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആരെ ഞാൻ തൃപ്തിപ്പെടുത്തണം? നിങ്ങളെ തൃപ്തിപ്പെടുത്തണം. ഒന്ന് ആലോചിച്ചു നോക്കും. ശരിയല്ലേ? അള്ളാഹനല്ല ഞാൻ തൃപ്തിപ്പെടുത്തണ്ട്, പിന്നെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തണോ? അല്ലെങ്കിൽ എനിക്കുള്ളത് നഷ്ടപ്പെടും എന്ന് ചിന്ത എന്റെ ഹൃദയത്തെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അതാണ് വലിയ സ്വപ്നക്കാട്ടിലും വലിയ തന്നെ ഇത് അല്ലേ? എന്നെ പരിപാലിച്ചു പോറ്റിയതും എന്നെ അങ്ങോട്ട് എത്തിച്ചതും എനിക്കുള്ള കഴിവ് നൽകുന്നതും എല്ലാം പടച്ച റബ്ബാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, യഥാർത്ഥത്തിൽ അതാണ്. പക്ഷെ എനിക്ക് ഇവിടുന്ന് തുടർന്ന് പോകണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഓരോരുത്തരെയും തൃപ്തിപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ വെറുപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം.
അള്ളാഹിനോട് എനിക്ക് വിഷയമല്ല. കാരണം അപ്പൊ ഞങ്ങളുടെ ചിന്ത എവിടെ പോയി? എന്നെ പരിപാലിക്കുന്നതും എന്നെ പോറ്റുന്നതും ആരായി എന്നുള്ള ചിന്ത വന്നു, നിങ്ങളായി എന്നുള്ള ചിന്ത. അപ്പൊ അള്ളാഹിന്റെ സ്ഥാനത്ത് എത്ര ആളുകളെ ഞാൻ പ്രതിഷ്ഠിച്ചു, നമ്മൾ അറിയാതെ ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നമ്മൾ പറഞ്ഞു പേടിക്കേണ്ടതാണ്, ഒന്ന് ചെയ്യുന്നതും പ്രശ്നങ്ങളുള്ളതാണ്. അപ്പൊ ഈ സ്ഥാനത്ത് അള്ളാഹിന്റെ സ്ഥാനമല്ല. പക്ഷെ നമ്മൾ നാവുകൊണ്ട് പറയുമ്പോൾ എല്ലാം തരുന്നവരും മുടക്കുന്നവരും ഒക്കെ അതിലെന്ന് നാവുകൊണ്ട് പറയുമെങ്കിൽ പ്രാവർത്തികമാക്കി നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിന് വേണ്ടത് റബ്ബിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കലാണ്. അവന്റെ തൃപ്തി എന്താണ്? ഇതുവരെ നമ്മൾ ഒരു വിഷയത്തിലും അള്ളാഹുടെ തൃപ്തി എന്താണെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല. ആർക്കെങ്കിലും പറയാൻ കഴിയും? ഏത് വിഷയത്തിലായിക്കോട്ടെ അതിൽ അള്ളാഹ് എന്ത് പറഞ്ഞു, അള്ളാഹിന്റെ റസൂൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. അതാ ഞാൻ പറഞ്ഞ ഹലാവത്തുൽ ഈമാൻ. 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു ഈമാനിന്റെ മാധുര്യം നമുക്ക് അറിയണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലോകത്തിലെ സർവ്വതിനെക്കാട്ടിലും അള്ളാഹുവിനെ റസൂലിനെ അവന്റെ ഇഷ്ടത്തിനും പ്രാധാന്യം നൽകണം. അങ്ങനെ പ്രാധാന്യം നൽകുന്ന സൃഷ്ടികൾ എന്ത് പറഞ്ഞില്ല, ഒരു വിഷയേ നമുക്കില്ല. കാരണം നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ടത് ആരും. അതുകൊണ്ടാണ് ഞാൻ നിസ്കാരത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞു. ഞാൻ പറയില്ലേ, ആരെയാ ബോധ്യപ്പെടുത്തേണ്ടത്? ഉസ്താദിനല്ല, ആരെയാ? അള്ളാഹുവിനെയാണ്. നിസ്കരിക്കുമ്പോ തറാവീ നിസ്കരിച്ചു എന്ന് വരുത്തി തീർക്കലല്ല, ഖുർആൻ ഓതുമ്പോ ഖുർആൻ ഓതി എന്ന് വരുത്തി തീർക്കലല്ല, ഇത്ര ഖത്മ തീർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷെയോ ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആളാരാണ്? അള്ളാഹുവാണ്. അപ്പൊ അത് നല്ല മനസ്സിലാവും. അപ്പൊ അത് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തും ആർക്ക് വേണ്ടിയാവണം? അള്ളാഹുവിന് വേണ്ടിയാണ്. സൃഷ്ടികളെ പേടിച്ചൊന്നിനും മാറി നിൽക്കുക എന്ന് പറഞ്ഞ സൃഷ്ടികളെ പേടിക്കരുത് എന്നല്ല. പക്ഷെ മുഴുവൻ പേടിയും ആരെയായി മാറ്റുകയാണ്? സൃഷ്ടികളെ മാറ്റുക. കാരണം സൃഷ്ടികളുടെ മുമ്പിൽ നമ്മൾ വഷളാവും. അതാണ് നമ്മുടെ പേടി. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, എനിക്കെന്താ പേടി? നിങ്ങളറിയരുത്, മോശം മറ്റുള്ളവർ അറിയരുത്. അത് അറിഞ്ഞാലും കുഴപ്പമില്ലാന്നൊരു ചിന്ത. പക്ഷെ അതിനുള്ള ശിക്ഷയായിട്ട് അല്ലാഹു തആല ആഖിറത്തിൽ നടത്തുന്ന ലോകത്തിന്റെ സർവ്വത്തിന്റെ മുമ്പിൽ നമ്മളെ കാണിക്കുന്നുള്ളതാണ്. നമ്മൾ ചെയ്തത് ഇപ്പൊ നമ്മൾ സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ മാറ്റിവെക്കുന്നത്, ആ സർവ്വ സൃഷ്ടികളുടെ മുമ്പിൽ നമ്മളെ പ്രദർശിപ്പിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ട്. അതുകൊണ്ടാണ് അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗക്കാരെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ അതിൽ വളരെ നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹദീസുകളാണ്. അർശിന്റെ തണൽ ലഭിക്കുന്ന കൂട്ടത്തിൽ 7 വിഭാഗക്കാർ. മഹ്ശറയിൽ സൂര്യൻ ഉദിച്ചാൽ മുകളിൽ നിൽക്കുമ്പോൾ കഠിനമായ ചൂടിൽ 7 ടീംസുകൾക്ക് എന്ത് ചെയ്യും? അല്ലാഹു തആല അവന്റെ അർശിന്റെ തണൽ കൊടുക്കും. അല്ലാഹു തആല കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിൽ 7-ൽ ഒരു വിഭാഗം അത് ചെറുപ്പക്കാരായ ആളുകളാണ്. എങ്ങനത്തെ ചെറുപ്പക്കാരാണ്? നല്ല സുന്ദരിയായ പെണ്ണ് അവരുടെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുമായി കൊണ്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ആ പെണ്ണി ചെറുപ്പക്കാരനെ സമീപിച്ചു. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ്, അവനക്കും അതിന് താല്പര്യമുണ്ട്. പക്ഷെ അവൻ പറഞ്ഞു, ഇനിയും അള്ളാനെ പേടിച്ചിട്ട് മാറി. ഇനി ഞാൻ ആരെ പേടിച്ച് എനിക്കൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എന്റെ റബ്ബിനെ നഷ്ടപ്പെടില്ല. അള്ളാനെ പേടിച്ചിട്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാർ, നമ്മുടെ ചെറുപ്പക്കാരന് തെറ്റ് പറയുന്നുണ്ട്. കാരണം സാഹചര്യങ്ങൾ മുമ്പിൽ വരികയും ആ തെറ്റ് ചെയ്യാനുള്ള കഴിവുകൾ തന്നിൽ ഉണ്ടായിരിക്കുകയും ചെയ്തിട്ടും റബ്ബിന് വേണ്ടി മാത്രം അത് മാറ്റിവെക്കുന്ന ആളുകൾ അവിടെ പ്രത്യേകിച്ച് സൃഷ്ടികളെ പേടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളൊക്കെ പല തെറ്റുകളിൽ നിന്നും പകൽമാന്യന്മാരായി നടക്കുന്നത്, പല തെറ്റുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നത്. എന്താ? നമ്മൾ ആ മാന്യന്മാരായിട്ടാ ആളുകളെന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യൂലേ? ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആരെയാക്കി പോയി? അള്ളാനുണ്ടോ? ആ പേരിന് മാത്രമേ എന്ന് പറയുന്ന ആ ഇലാഹ് പേരിന് മാത്രമേ, നാമത്തിന് ഉച്ചാരണത്തിന് മാത്രമേ ഉള്ളൂ കൽബിൽ സ്ഥാനം കൊടുക്കുന്നില്ല. അപ്പൊ ആ കൽബിൽ സ്ഥാനം കൊണ്ടുവന്നെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പൊ ഈ ശിർക്കുകൾ കൂടുതലുണ്ട്. അത് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് ഇബാദത്ത് ചെയ്താലും എന്ത് പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒറ്റ ചിന്തയിലാണ് എന്റെ റബ്ബിന്റെ പൊരുത്തത്താണ്. അപ്പൊ പിന്നെ നമ്മൾക്ക് ആളുകൾ എന്ന് പറയുന്നത് നോക്കൂല. അള്ളാന്റെ ആ ഒരു വിഷയത്തിൽ അള്ളാന്റെ പൊരുത്തത്തിൽ ഒരു വസ്ത്രം ധരിക്കണം. അപ്പൊ അത് അള്ളാന്റെ തൃപ്തിയെ നമ്മൾ നോക്കും. ജനങ്ങൾ എന്ത് പറഞ്ഞോ എന്നൊരു വിഷയമുള്ള കാര്യമല്ല. അതേപോലെ തന്നെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാത്തിലും നമ്മൾ റബ്ബിന്റെ പൊരുത്തത്തെ മാത്രം പ്രതീക്ഷിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ ഇന്നലെ ദിക്ർ കൂടെ നടത്തി.
കുറച്ച് ആളുകൾ മാത്രമേ അതിനുണ്ടായിട്ടുള്ളൂ. കുറേ ആളുകൾ അതിനെ ഒരു കുറേ ഗൗരവങ്ങൾ അതിന്റെ പിന്നാലുണ്ട്. പറയുന്ന സമയത്ത് അത് വിഷമായി പോകും, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമല്ല. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടി, ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടി. ആ പരിപാടിക്ക് അതിന്റെ ഒരു ആള് വന്ന് പ്രസംഗിക്കുന്നു. സങ്കല്പിക്ക് ഒരു വലിയ സദസ്സൊക്കെ ഒരുക്കി അതിന്റെ ആള് വന്ന് പ്രസംഗിക്കുന്നു. സദസ്സിൽ ഒരു 4-5 ആളേ ഉള്ളൂ. സദസ്സിൽ കേൾക്കാൻ എത്ര ആളുകളേ ഉള്ളൂ? 4-5 ആളുകളേ ഉള്ളൂ. ഈ ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കാണുന്ന നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഇത്ര കുറെ സദസ്സൊക്കെ ഒരുക്കിയും മൈക്കൊക്കെ വെച്ച് ഈ ആള് നല്ല പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ കേൾവിക്കാരായിട്ട് എത്രയോ പേരുള്ളൂ സദസ്സിൽ? 5-6 ആളുള്ളൂ. നമ്മളെന്താ പറയുന്നത്? വേറെ പണിയൊന്നുമില്ലേ? അതല്ലേ ഇന്നലെ അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പോയ ആളുകൾ പറയാതെ പറഞ്ഞത് പടച്ചറപ്പിന്റെ ദിക്റുകൾ ഈ മജ്‌ലിസിൽ നിന്ന് ചെല്ലിയിട്ട് ചില പുറത്തിരിഞ്ഞ് നടന്ന് പുറത്തു പോയിട്ട് അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ പറഞ്ഞത് അതല്ലേ? വേറെ പണിയില്ലേന്നല്ലേ? അല്ലേ? അതന്നെയാ പറഞ്ഞത്. ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പരിപാടികളിലേക്ക് ആളുകൾ കുറഞ്ഞ് പുച്ഛിക്കുന്നത് പോലെ പടച്ചറപ്പിന്റെ ദിക്റുകളെ പുറത്തിരിഞ്ഞ് നടന്നു. അത്യാവശ്യ കാര്യമൊന്നുമല്ലല്ലോ. ആയിരുന്നോ? അത്യാവശ്യ കാര്യമായിരുന്നെങ്കിൽ റബ്ബിനറിയാലോ. മറുപടി പറഞ്ഞോളൂ. അറിയാനിട്ടാണെന്ന് പറയാൻ പറ്റൂല. അവഹേളിക്കൽ. ഞാൻ പറഞ്ഞു, ഖുർആനിനെ നമസ്കാരത്തിൽ ഇവിടെ ജമാഅത്ത് നടത്തുമ്പോൾ ഒച്ചടാൻ പാടില്ല. അവഹേളിക്കലാണ്. ദിക്ർ നടക്കുമ്പോൾ ആ സദസ്സിനെ ബഹുമാനിച്ചോളണം. കാരണം എന്താ? ജൽസത്തുൽ ദിക്ർ, ഉറക്കം, അല്ലാഹു തആല വെറുത്ത ഉറക്കങ്ങളുണ്ട്. അല്ലാഹുവിന് വെറുപ്പാണ്. അല്ലാഹുവിന് വെറുപ്പ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ഒരാളോട് വെറുപ്പ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരുടെ നന്മ നമ്മുടെ മനസ്സിലുണ്ടാവുമോ? ഉണ്ടാവൂല. അപ്പൊ അല്ലാഹു ഒരാളോട് വെറുപ്പുണ്ടാകും, ഒരു വിഷയത്തിൽ വെറുപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞതാ ദിക്റിന്റെ മജ്‌ലിസിൽ ഇരുന്ന് ഉറങ്ങൽ അല്ലാഹുവിന് വെറുപ്പാണ്. മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? ദിക്റിന്റെ മജ്‌ലിസ് എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഓർക്കാനുള്ളതാണ്. അവിടെ ഇരുന്ന് ഉറങ്ങൽ അവനെ നിന്ദിക്കലാണ്. നിസ്കാരത്തിലുള്ള ഉറക്കം അല്ലാഹുവിന് വെറുപ്പാണ്. എന്തുകൊണ്ട്? നിസ്കാരം അല്ലാഹുവിനെ ഓർക്കാനുള്ളതാണ്. അവിടെ നിന്ന് ഉറങ്ങൽ അവനെ കളിയാക്കലാണ്. അതേപോലെയാണ് ദിക്റിന്റെ മജ്‌ലിസ് എന്ന് പറയാൻ ഓർക്കലാണ്. അല്ലാഹ് ഓർക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങല്, കളിക്കരുത്, റബ്ബിനെ നിന്ദിക്കലാണ്. എങ്കിൽ ആ നിന്ദത ആരൊക്കെ കാണിച്ചിട്ടാണ്? സത്യത്തിൽ അതന്നെ ഇവിടെ നടന്നത്. ആരെയാ നമ്മൾ എത്തിപ്പെടുത്തേണ്ടത്? ആരെയാ നമുക്ക്? നമ്മൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, പൊതുവേയുള്ള ധാരണ ഉണ്ട്. എല്ലാം റബ്ബിന് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും, നമ്മളൊന്നും ചെയ്യേണ്ടതുള്ളത് എല്ലാത്തിനുള്ള. ഇതിപ്പോ അങ്ങനെയാണ്. നമ്മൾ നന്നാക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഡയലോഗ് എന്താ? ഉസ്താദെ നന്നാകാൻ വേണ്ടി തോൽക്കണം. അതങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ നന്നാക്കി തരും. നമ്മളൊന്നും ചെയ്യാതെ അങ്ങനെ ഇരുന്നാ മതി എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ ധാരണ കൊണ്ട് അതിലെത്തുകയുള്ളൂ. ഒരിക്കലും അത് നന്നാക്കിയിട്ടില്ല. വഴി നമ്മൾ എല്ലാം അങ്ങനെ തന്നെ. നമ്മളെന്താ കരുതിയത്? നിബിതങ്ങൾ ഒരു സുപ്രഭാതത്തിൽ 40-ാമത്തെ വയസ്സായപ്പോ നുബുവത്തങ്ങൾ കൊടുത്തു നബിയായി പോയിക്കോ എന്ന് പറഞ്ഞാൽ കരുതിയ ആണോ? മുഹീദ്ദീൻ ഷെയ്ഖിനെ ജനിക്കുമ്പോ തന്നെ അങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖാക്കി വിട്ടു, അത്രയും വലിയ മഹാനാക്കി മാറ്റി താങ്കൾ കരുതിയ? അല്ലല്ല. നിബിതങ്ങളുടെ ജനനം മുതലുള്ള ഓരോ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കണം. പ്രയത്നിച്ചിട്ടുണ്ട്. ചെറുപ്പകാലം മുതൽ തന്നെ കൃത്യമായ ജീവിതം നയിച്ചിട്ടുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു 7-ാമത്തെ വയസ്സ് മുതൽ ഖുർആൻ മനഃപാഠമാക്കി ത്യാഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് അല്ലാഹു തആല ഉന്നത പദവി കൊടുത്തതെങ്കിൽ നമുക്ക് ഇങ്ങനെ തോന്നിയതുപോലെ ഇഷ്ടമുള്ളതുപോലെ ദേഹേച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് ജീവിച്ച് ഒരു സുപ്രഭാതത്തിൽ അതങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് എന്തോ ഇട്ട് തന്ന് നമ്മൾ വലിയ ആളാക്കുമെന്ന് ആരും ധരിക്കേണ്ടതില്ല. അത് ആത്മീയമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും പഠന വിഷയത്തിലാണെങ്കിലും ഞാനൊക്കെ കരുതിയത് അങ്ങനെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും പഠിക്കൂല, ഭയങ്കര ഇതാണ്. പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്റെ ചിന്ത എന്താ? അള്ളങ്ങനെ കൽപ്പിലിട്ട് വരും. അതാകതല്ലേ പണി. അള്ളങ്ങനെ ഇട്ട് വരും. പ്രയത്നിക്കാതെ ഇന്ന് വരെ ലോകത്ത് ആരും ഒന്നും നേടിയിട്ടില്ല. അധ്വാനിക്കാതെ ഈ ലോകത്ത് ആരും ഇന്നൊന്നും നേടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ ധാരണ തിരുത്തണം. ദുആ വേണം. ഞാൻ മുമ്പ് പലപ്പോഴും ദുആ വേണം, പക്ഷെ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണ്ടേ?
ഒരിക്കലേ ഇവിടെ നിന്നുകൊണ്ട് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിൽ നമ്മൾ കയറി, എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിൽ നമ്മൾ ഒരു വണ്ടി എറണാകുളത്തേക്ക് പോകുക, നമ്മൾ ആ ബസ്സിൽ നമുക്ക് ഖുർആൻ ഖത്മ തീർത്തു, ദിക്ർ ചൊല്ലി ദുആ ചെയ്തു, റബ്ബേ എന്നെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണം. എത്തുവോ? എന്റെ അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടാണോ? അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടാണോ? എത്തുവോ? എന്തെങ്കിലും ഉണ്ടാകാത്ത എന്താ കാരണം? അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ എന്താണ് എത്തൂല? കാരണം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യണം. അതാണ് എന്ത് വേണ്ടത്? അങ്ങോട്ട് പോണ ബസ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് ചെയ്യുകയില്ല. ചെയ്യോ? നമ്മൾ അതിൽ കയറണം, ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് അള്ളാഹുവോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ വേണ്ടത് ഞാൻ ചെയ്തു, ഇനി നീ എന്നെ അങ്ങോട്ട് എത്തിക്കണം. കഠിനമായ രോഗമാണ്, നമ്മൾ ഇരുന്നിട്ട് അള്ളാഹുവോട് തോന്നുന്നു, അള്ളാഹു മാറ്റി തരൂല. പിന്നെന്ത് വേണം? ഡോക്ടറെ പോയി കാണണം, അല്ലെ? ഡോക്ടർ പറഞ്ഞതുമായി മരുന്ന് വാങ്ങണം, മരുന്ന് കഴിക്കണം. ഡോക്ടർ നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്റെ കടമ, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു, ഇനി നീ എന്ത് ചെയ്യണം? മാറ്റിത്തരണം. അല്ലാതെ അതാത് കഴിയാനിട്ടല്ല. ദുനിയാവിന്റെ ശൈലിയത്ത് അങ്ങനെയാണ്, ദുനിയാവിന്റെ പ്രകൃതി അങ്ങനെയാണ്. എങ്കിൽ നമ്മളൊക്കെ ലൈഫിലും അങ്ങനെ തന്നെയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് സ്വാഭാവികമായിട്ട് മാറ്റിത്തരും. എനിക്ക് കുറെ പറഞ്ഞിട്ട് അന്ന് നമ്മൾ കൊടുത്ത് ആ ധാരണ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോ വിഷയങ്ങൾ സൂക്ഷിക്കണം. പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ, ദിക്റുകളിൽ, നിസ്കാരങ്ങളിൽ, ഇതൊന്നും നമ്മൾ ചെയ്യാതെ ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ല വരിക എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല. ഖുർആൻ ഓതാൻ നമുക്ക് കഴിയൂല, ദിക്ർ ചെല്ലാൻ കഴിയൂല, അല്ലെങ്കിൽ മറ്റുള്ള അതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല. പിന്നെ നമുക്ക് എന്ത് വേണം? അള്ളാഹ് നമ്മുടെ ഹൃദയത്തിൽ വരണം, അള്ളാഹനെ നമുക്ക് മനസ്സിലാക്കണം. നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടണം. ഒരിക്കലും കിട്ടൂല. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റബ്ബിനെ തൃപ്തിപ്പെടുത്തല. ആയിരുന്നെങ്കിൽ ഇന്നലെ അവിടെ ഇരുന്നേത്. എത്രയോ ആളുകൾ പുറത്തുനിന്ന് ഞാൻ അറിയുന്നുണ്ടത്, കാണുന്നുണ്ടത്. ആവശ്യമില്ലാത്ത സംസാരങ്ങളുമായി കൊണ്ട് ആ പുറത്തു നിന്നതാക്കിയപ്പോ ഇവിടെ പടച്ചറപ്പിനെ ഓർക്കാൻ വേണ്ടി നമ്മളെന്താ ദിക്റിന്റെ ഇടയിൽ നമ്മളെന്താ പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഇതൊക്കെ ചൊല്ലിയിട്ട് നമ്മളെന്താ പറഞ്ഞത്? 100 വട്ടം ചൊല്ലിയിട്ട് എന്താ പറയാ? ഇലാഹി. എന്തായാലും അർത്ഥം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി, ലാ ഇലാഹ ഇലാഹി അൻത മഖ്സൂദി, റബ്ബേ ഞാൻ നിനക്ക് ചൊല്ലിയിട്ട് എന്റെ ലക്ഷ്യം, എന്റെ ഉദ്ദേശം, മഖ്സൂദ് എന്റെ ലക്ഷ്യം, എന്റെ ഉദ്ദേശം നീയാണ്. ഇലാഹി എന്റെ റബ്ബേ അൻത നീയാണ് മഖ്സൂദി എന്റെ ലക്ഷ്യം. വരിദാക ഞാൻ തേടുന്നത്, വരിദാക നിന്റെ തൃപ്തിയെയാണ് മത്ലൂബി ഞാൻ തേടുന്നത്. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? എന്റെ ലക്ഷ്യം നീയാണ്, നിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അതിന്റെ ഇടയിലിടയിൽ ആ ദിക്റുകൾ ചെല്ലുന്നത് എന്താ? മനസ്സ് മാറിപ്പോണ്ട. ജനങ്ങളെ തൃപ്തിപ്പെടുത്തലല്ല, ആളുകളുടെ സർട്ടിഫിക്കറ്റ് നേടലല്ല. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എന്റെ ഹൃദയത്തിൽ എന്റെ ലക്ഷ്യം അല്ലാഹ് നീയാണ്, എനിക്ക് വേണ്ടത് നിന്റെ തൃപ്തിയാണ്. അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനാണ് ഇടയിലിടയിൽ അതിങ്ങനെ ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കടക്കാൻ പാടില്ല, ജനങ്ങൾ കാണാൻ പാടില്ല, അവരൊന്ന് അറിയണമെന്ന് ചിന്തിക്കാൻ പാടില്ല, അവര് ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വിഷയവും ഇബാദത്തുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ആവർത്തിച്ച് നമ്മളോട് പറയിപ്പിക്കുകയാണ് ഇലാഹി എന്താ മഖ്സൂദ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് തൃപ്തിപ്പെടുത്താൻ ആരെയാണ് ചെയ്യുന്നത്? നന്മ ചെയ്തു അപ്പോഴും ഇതാണ് വഷളാണ്. ആളുകൾ എന്തെങ്കിലും പറയും, ഇതുവരെ ചെയ്യാതെ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കഴിയാവും. അപ്പോഴും നമ്മൾ നോക്കുന്നത് ആരെയാ? ആളുകളെ. ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിയേ മതിയാകും. എങ്കിൽ മാത്രമേ പടച്ചറപ്പിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ നബി തങ്ങളുടെ ഈ പറയപ്പെട്ട ശിർക്ക് സഗീറിനെ ജീവിതത്തിലെ സർവ്വ മേഖലയിൽ നിന്ന് മാറ്റും. അത് വലിയ ശിർക്കിനെക്കാട്ടിലും വിധങ്ങൾ പറഞ്ഞതാണ്, സഹാബത്തിനോട് പറഞ്ഞതാണ്. അവസാന കാലഘട്ടം വരുമ്പോൾ ശുശ്രൂഷ, അപ്പൊ ആളുകൾ അത് വിശ്വാസികൾക്കിടയിലാണ്, മറ്റേതൊന്നും അവിശ്വാസിയാണ്. ഇത് വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ വരുന്ന സഹാബത്ത് ആശ്ചര്യത്തിൽ മുസ്ലിമീങ്ങളെ ശുദ്ധിയെ അപ്പോഴാണ് വിധങ്ങൾ അത് വിശദീകരിച്ചു. ശരിയല്ലേ എന്നുള്ളതൊക്കെ എന്നെ പറയുന്ന എനിക്ക് കടക്കല്ലേ ഈ വിഷയങ്ങൾ, അത് മാറ്റാതെ ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ എത്തൂല എന്നാണ് ഉറച്ച നമ്മൾ വിശ്വസിച്ചു. റബ്ബിനെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. ഇനിയും അതിന്റെ ഹദീസുകൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, പ്രവർത്തനത്തിൽ കൊണ്ടുവരും. ഞാനിപ്പോ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ കേട്ട് ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് കരുതി പോകലല്ല, അതിനു വേണ്ടിയിട്ടുമല്ല ഞാൻ ഈ ശ്രദ്ധ എടുക്കുന്നത്.
ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതെനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. കാരണം ഇതുപോലെയുള്ള ദൈവമായിക്കൊണ്ട് എപ്പോഴും നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഉസ്താദന്മാർ നമ്മൾ കൃത്യമായി തർബീയത്ത് നടത്തി അതിന്റെ വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ട് തരുമ്പോൾ ഒരു നിമിഷമെങ്കിലും ഒരു ഖേദപ്രകടനത്തോടെ പടച്ചിറപ്പിൽ ഓർക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലാതൊക്കെ കേട്ടുപോകുക കൂടുതൽ നമ്മൾ ചെയ്യാനുള്ളത് അതേപോലെ തിരിച്ചു പിറ്റേ ദിവസം ഇങ്ങനെ കണ്ടില്ലാറുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു മാറ്റമില്ല, മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ഒരു കാര്യവും കൊണ്ട് കേട്ട് ഇത്രയും സമയം ഉറങ്ങിപ്പോകല്ലേ, ഉറക്കം നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു ഫലവും ഉണ്ടാവുകയില്ല. പിന്നെ അതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ കടമ ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ പറയും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഉറപ്പാണ്. കാരണം എന്താ നീ എന്നെ പിടിക്കുക തിന്നാൻ തന്നു ശമ്പളം തന്നിട്ട് നീ അവിടെ റൂമിൽ ഇരുന്നില്ലേന്ന് ചോദിക്കൂലേ? നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റുമോ? അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദീനുമായിട്ടും റബ്ബിനുമായിട്ടും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു എന്താ പറയാ ഒരു അവഗണന. അതുകൊണ്ട് അവിടെ നിസ്കരിക്കുമ്പോൾ ജമാഅത്ത് കുട്ടികളോടും മറ്റൊക്കെ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കില്ല. ദിക്ർ ചുറ്റുമ്പോൾ സൈലന്റ് ആകുക, അവിടെ തസ്ബീഹ് ചുറ്റുമ്പോൾ സൈലന്റ് ആകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്തോ ഉണ്ടാകാൻ വേണ്ടിയല്ല, അതിനെ ആദരിക്കുകയാണ്. നമുക്കൊരു മറ്റു ദേശീയ ഗാനം കാണുമ്പോൾ നമ്മൾ ശബ്ദം ഉണ്ടാകാതെ ഉണ്ടാകാതെ നിൽക്കുന്നത് എന്താ? ഒരു നമ്മുടെ ദേശീയ ഗാനം കാണുമ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? അതിന് ആദരവാണ് അല്ലേ? ആ ആദരവ് പോലെയുള്ള കൊടുക്കണില്ലല്ലോ അല്ലേ? അത് മറ്റു രാജ്യസ്നേഹം. ഇത് ഏത് സ്നേഹം? ഇലാഹി സ്നേഹം. രണ്ടും വേണം. രാജ്യസ്നേഹവും വേണം, ഇലാഹി സ്നേഹവും വേണം. ഇത് ഇലാഹി സ്നേഹം കാര്യം പറഞ്ഞിട്ട് രാജ്യസ്നേഹം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അപ്പൊ ആ ദേശീയ കാലത്ത് ആദരിക്കാതെ ഉണ്ടാതെ നിൽക്കുന്ന ഏത് പ്രവർത്തനവും നിർത്തിവെക്കണമെന്നല്ലേ? അതിനോടുള്ള ആദരവാണ്. എങ്കിൽ ആദരവുകൾ അല്പമെങ്കിലും ബാങ്ക് കേൾക്കുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, നിസ്കരിക്കുമ്പോ, അത് ഖുർആൻ കേൾക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഖൽബിൽ ഈമാനിന്റെ പ്രഭയുള്ളത്? ഏത് ഭാഗത്താണ് നമ്മുടെ ഖൽബിൽ ഈമാൻ ഉള്ളത് എന്ന ഗൗരവത്തിൽ ചിന്തിക്കുക. ഇത് കണ്ടിട്ടാ നമ്മുടെ ഈ മക്കളും പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ലോണം അനാദരവ് ഒരിക്കലും ഒരു വിഷയത്തിനോട് കാണിക്കാൻ പാടില്ല. അങ്ങനെ അനാദരവ് കാണിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, നബിതങ്ങൾ പറയുന്നുണ്ട്. മറ്റേ അവസാന സമയത്തിൽ അവന്റെ നാവ് തത്തിക്കളിക്കും, കെളിമലെല്ലാം കിട്ടാതെ ഈമാൻ നഷ്ടപ്പെട്ട് മരിക്കുന്ന 5 വിഷയങ്ങൾ പറയുന്നുണ്ട്. ഈമാൻ നഷ്ടപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈമാൻ നഷ്ടപ്പെടുന്ന മരണസമയത്ത് ഈമാൻ നഷ്ടപ്പെടുന്ന 5 കാര്യങ്ങൾ നബിതങ്ങൾ പറയുന്നുണ്ട്. വിശദീകരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നുണ്ട്. 1, ബാങ്കിന്റെ സമയത്തിൽ കളിക്കുക, സംസാരിക്കുക, ബാങ്കിനെ അനാദരിക്കുക. മരിക്കുമ്പോൾ ഈമാൻ കൊള്ളൂല ഉറപ്പിച്ചോളൂ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത് പറഞ്ഞത് ഖുർആനിനെ അനാദരിക്കുക. ഖുർആൻ കേൾക്കുമ്പോൾ അതിനെക്കാട്ടും ശക്തത്തിൽ സംസാരിക്കുക. ഞങ്ങളുടെ സംസാരങ്ങൾ കേട്ടില്ലേ? അനാദരവാണ്. എന്നിട്ട് ഈ ഹദീസിന് ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു ഉമ്മയുടെയും മകന്റെയും ചരിത്രം പറയുന്നുണ്ട്. ഉമ്മ ഖുർആൻ ഓതിയിരിക്കുന്ന സമയത്തിൽ മകൻ ഉമ്മയെ ശകാരിച്ചു പോലും പതുക്കെ ഓതും തള്ളേന്ന് പറഞ്ഞ് ശകാരിച്ചു. ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ, ആ ഇതിലങ്ങനെ പറഞ്ഞപ്പോ മകൻ പറഞ്ഞു പതുക്കെ പറയും ഇങ്ങനെ വെറുതെ കഴുത്ത് ഊരിടണമായി ഊരിടുന്നത്. ആ മനുഷ്യൻ മരിച്ച സമയത്തിൽ ഖബറിൽ കഴുതയുടെ ശബ്ദം കേട്ട ആ ചരിത്രം ഇതിന്റെ പിന്നിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന മഹാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഖുർആനിനെ അനാദരിച്ചതാണ് അത്. ഖുർആനിനെ അനാദരിച്ചപ്പോൾ വീട്ടിൽ മക്കളെ ഒന്ന് പതുക്കോലിക്കാം എന്നാ പറഞ്ഞിട്ട് അതിനെ അനാദരിക്കാൻ പാടില്ല. ഖുർആൻ പറയുന്നില്ലേ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളിലേക്ക് ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ അതിനെ വീക്ഷിക്കണം. സൈലന്റ് ആയിട്ട് നിന്നതിനെ വീക്ഷിച്ചോളണം. അതില്ലാതിരുന്നാലും മരണസമയത്ത് നാവ് തത്തിക്കളിക്കും, പെരുമ ചൊല്ലാൻ പറ്റൂല, ഈമാനില്ലാതെ മരണപ്പെട്ടു പോകും. മൂന്നാമത് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിനെ ഓർക്കേണ്ട സാഹചര്യങ്ങളിൽ അവഗണന കാണിച്ച ഓർക്കേണ്ട സാഹചര്യങ്ങൾ ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയെല്ലാം നമ്മൾ അവഗണന കാണിച്ചാലും ഈമാൻ. കാരണം ഇതൊക്കെ റബ്ബിനോട് ബന്ധപ്പെട്ട വിഷയമാണ്. ബാങ്ക് എന്താണ്? അല്ലാഹുവിനെ കൊണ്ടുവരികയാണ് നമ്മുടെ ഹൃദയത്തിൽ. കലിമത്ത് തൗഹീദാണ്.
കലിമത്ത് തൗഹീദ് ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിനെതിരേക്കുമ്പോൾ ആ കലിമത്ത് തൗഹീദിനെയാണ് അനാദരിക്കുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊക്കെ പറയുമ്പോൾ അതിന് അനാദരിക്കുക, അതിൽ പറയുന്ന വേർഡ്സുകളെ അനാദരിക്കലാണ്. അതേമാതിരിയാണ് ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു നോക്കേണ്ട സാഹചര്യങ്ങളെ അവഗണനയോടെ കണ്ടാൽ, മുച്ചഭാവത്തോടെ കണ്ടാൽ, മരണസമയത്ത് ഏത് വലിയ പാതിമുഖാതായിട്ടും കാര്യമില്ല, എത്ര വലിയ തങ്ങളായിട്ട് കാരണം മരണസമയത്ത് ഈമാൻ കിട്ടൂല, പറഞ്ഞതിന് വിധങ്ങളാണ്. അതുകൊണ്ട് നല്ലോണം നമ്മുടെ കൽബിൽ ഈമാൻ പോയിപ്പോകുന്ന ഇങ്ങനത്തെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ മാറ്റി പടച്ച റബ്ബിനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റാഹത്താണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനിയും ആ വിഷയവുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വരുന്ന ദിവസങ്ങളിൽ സമയം കുറച്ച് കൂടി പോകുന്ന ഒരു സംശയം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വൈകിപ്പിക്കാൻ ഞാൻ പറയുന്ന ഒരു കാരണം കൂടിയുണ്ട്. എന്താണ്? നിങ്ങളുടെ ഈ സമയത്തുള്ള ഉറക്കം നഷ്ടപ്പെടുത്തലാണ്. അല്ലെങ്കിൽ പോയി ഉറങ്ങിയാൽ കാരണം ഇതുവരെ ചെയ്തത് ബാധ്യതയായി. ഇതുവരെ നമ്മൾ ചെയ്തത് എന്ത് ചെയ്തു? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിടന്നാൽ അതിന്റെ ഗൗരവം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ അതും കൂടി ഇതിന്റെ പിന്നിലെ ലക്ഷ്യം നിങ്ങൾ അതിനോട് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് എന്താ പറയാ, കുട്ടികളെ കളിപ്പിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ എങ്ങനെയെങ്കിലും ആ മരുന്നൊന്നുള്ളിലേക്ക് കൊടുത്തയക്കട്ടെ. ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏതാണെങ്കിലും ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. സാഹചര്യം പോലെ ചർച്ച ചെയ്യാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ മുടിയുടെ സുന്നത്തുകൾ, അതേപോലെ നഖമുറിക്കൽ, താടി ഇതൊക്കെ ഒപ്പിക്കാറുണ്ടെങ്കിൽ ഒപ്പിക്കൽ, അതൊക്കെയും സുന്നത്തുള്ളതാണ്. അതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കരുതണം, ഇതെന്താണ് വിധങ്ങളുടെ സുന്നത്താണ് എന്നുകൂടി കരുതുമ്പോൾ അതിന്റെ കൂടി കൂടി കിട്ടുകയാണ്. അല്ലേ? ഈ സമയത്ത് സുന്നത്ത് ചെയ്താലുള്ള ഗുണം എന്താ? ഈ സമയത്ത് സുന്നത്ത് ചെയ്താലുള്ള ഗുണം എന്താ? ഫർദ് ചെയ്ത കൂലിയാണ്. അല്ലേ? ഈ സമയത്ത് ഈ സമയത്തുള്ള നോമ്പില് സുന്നത്ത് ചെയ്താലുള്ള കൂലി എന്താ? ഒരു സുന്നത്തിന്റെ ഫർദിന്റെ കൂലിയാണ്. അല്ലേ? അപ്പൊ എത്ര കൂലിയാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? കുടിക്കേണ്ട ആളുകളല്ല. എന്തായാലും നമ്മൾ കുടിക്കുമ്പോൾ ചെയ്യണ്ട. ജുമായുടെ സുന്നത്ത് ഞാൻ കുടിക്കുന്നു. അല്ലേ? അപ്പൊ അവിടെ ഫർദ് ചെയ്ത കൂലി കിട്ടിയില്ലേ? അതേപോലെ തന്നെ നമ്മൾ നഖം മുറിക്കുന്നത് ഇതിന്റെ വിധങ്ങളുടെ സുന്നത്താണ്. വിസ്മിങ്ങൾ തുടങ്ങിയ എങ്ങനെയാണ് നമ്മുടെ കൈ വൃത്തിയാക്കണം. അപ്പൊ ആ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫർദ് ചെയ്ത കൂലി കിട്ടുക. അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സുഗന്ധം പൂശാൻ പാടില്ല, കറാഹത്താണ്. അതുകൊണ്ട് ആരും അത്രയും ഇതൊന്നും സീറ്റ് വരരുത്. എണ്ണക്കത്തേക്ക് അതിലൊന്നും കുഴപ്പമില്ല. നോമ്പുകാരനൊക്കെ ഇതിനെ പറ്റിയാണ് നമ്മൾ അത്താഴത്തിന് മുമ്പാണ് നമ്മൾ വസ്ത്രത്തിലൊക്കെ നമ്മളൊക്കെ ചെയ്യൽ അങ്ങനെയാണ്. രാത്രിയിലുള്ള വസ്ത്രത്തിലൊക്കെ തേച്ചു ആ മണം അതിലുണ്ടായിക്കോട്ടെ. അതല്ലാതിന്റെയാണ് സുഗന്ധങ്ങളോ മറ്റൊന്നും പൂശാൻ കറാഹത്തും മറ്റുള്ളതും ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ച് നോമ്പുകാരായിരിക്കും ഒഴിവാക്കണം. കാരണം കറാഹത്ത് ആവർത്തിക്കൽ ഹറാമിലേക്കുള്ള വഴിയാണ്. അപ്പൊ അന്നത്തെ അധികാരികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പള്ളിയിലേക്ക് വരണം. കുറച്ച് നേരം എത്തിക്കാഫിനും പള്ളിക്ക് ആവർത്തിക്കുകയാണ്. ശ്രദ്ധ വിട്ടു പോവാതിരിക്കാൻ പറയാണ്. എത്തിക്കാഫിന് നെയ്യത്ത് വെച്ചിരിക്കുക. അതേപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് ഓതാൻ പറ്റുന്നവരും അറിയുന്നില്ലെങ്കിൽ അല്പസമയമെങ്കിലും ഖുർആൻ എടുത്തുന്നതിലേക്ക് കണ്ണു നോട്ടം കൊടുത്ത് അങ്ങനെ ഇരിക്കുക. അത് കണ്ണിനും കൽവിനും വലിയ കുളിർമ നൽകുന്നതാണ്. അങ്ങനെ നല്ല കാര്യം എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുക. അപ്പൊ വഴികൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇലാഹി സാന്നിധ്യം ഉണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹീമായ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. റഹ്മാൻ നിന്റെ തോട്ടത്തിലായി ദീനീ ഖിദ്മത്തിലായി ദീർഘകാലം ഞങ്ങൾക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹുവേ വന്നുപോയ അപാകതകളെ ചെന്നതും വലുതും നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. റഹ്മാനെ പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിലും ഒരുപാട് അപാകതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. നാഥാ നീ പരീക്ഷിക്കല്ല. റഹ്മാനെ പുറത്തു തരണേ. തമ്പുരാനെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ ഒന്ന് സന്തോഷിപ്പിക്കണേ. അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ മേഖലയിലും മരണവേളയിലും ഖബറിലുമൊക്കെ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ഏറ്റു നൽകണേ. തമ്പുരാനെ പ്രവർത്തിച്ചു പോയ ചെയ്തു പോയ അപരാധത്തിന്റെ പേരിൽ നിന്റെ കാരുണ്യം ഞങ്ങളെ തൊട്ട് നീ തടയല്ല. അല്ലാഹ് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ